എന്താണ് നീ ചെയ്യുന്നത്? സോറി സർ, 2 ദിവസമായി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ദയവ് ഇത് ഒച്ച വെക്കരുത്, ഞാൻ പൊക്കോളാം. നിക്കൂ, നീ ശരിക്കും 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ലേ? എന്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാനില്ല. താമസിക്കാൻ വീടുമില്ല. എങ്ങനെങ്കിലും മരിച്ചാ മതിയായിരുന്നു. നീ ഇവിടെ ഇരിക്കൂ. അർജുൻ, ആരാ ഈ പിച്ചക്കാരി എന്റെ സീറ്റിലിരിക്കുന്നത്? ഡാർലിംഗ്, റിലാക്സ്. ഞാൻ അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുത്തതാ. അവള് 2 ദിവസമായി എന്തെങ്കിലും കഴിച്ചിട്ട് വന്നു. ഇവൾ ഈ മുഴുവൻ സ്ഥലവും നാറ്റിക്കും. എന്തിനാ ഇവളെയൊക്കെ സഹായിക്കുന്നത്? എന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, മറ്റുള്ളവരെ സഹായിച്ചാൽ അതിന്റെ ഫലം ഒരിക്കൽ തിരികെ കിട്ടുമെന്ന്. ഈ പിച്ചക്കാരി നിനക്ക് എന്ത് തിരിച്ചു തരാനാ പോകുന്നത്? ഇത് ചാരിറ്റി ഹോമൊന്നുമല്ല. ഇതെന്താ അർജുൻ? ഓ, ഇതിനിടയ്ക്ക് ഞാൻ അത് മറന്നു. ഞാൻ നിന്നെ പ്രൊപ്പോസ് ചെയ്യാൻ ഇരിക്കുവായിരുന്നു ഇന്ന്. ഓ, നീ ഇത്ര റൊമാൻറ്റിക് ആണോ? എങ്കിൽ വേഗം പ്രൊപ്പോസ് ചെയ്യൂ. പക്ഷേ കുറച്ചു മുമ്പ് നീ കാണിച്ച പെരുമാറ്റം കണ്ടപ്പോൾ എനിക്കിനി ഒന്നുകൂടെ ആലോചിക്കണം. അല്ലേലും നിന്നെ ആർക്ക് വേണം? ഞാനും നിന്റെ ബിസിനസ് പാർട്ട്ണർ രോഹിത്തും തമ്മിൽ റിലേഷനിലാണ്. അവൻ നിന്നേക്കാൾ സ്മാർട്ടാണ്, നിന്നേക്കാൾ റിച്ചുമാണ്. ഇത് കൊണ്ടുപോയി നിന്റെ പിച്ചക്കാരിക്ക് കൊടുക്ക്. സർ, സോറി. ഞാൻ കാരണമല്ല ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അവൾ പറഞ്ഞ രോഹിത്, എന്റെ ബിസിനസ് പാർട്ട്ണർ, ഇന്ന് മണി ലോണ്ടറിംഗ് കേസിൽ അറസ്റ്റായി. ഇപ്പൊ അവൻ ബാങ്ക്രപ്റ്റ് ആണ്. ഇത് നിനക്കുള്ളതാണ്. ഇതിന് നല്ല വില കിട്ടും. ഇത് വിറ്റ് നല്ലൊരു സ്ഥലം കണ്ടെത്തൂ. ജീവിതം വീണ്ടും തുടങ്ങൂ. ഞാൻ ഇതിന് എങ്ങനെ നന്ദി പറയണമെന്ന് പോലും അറിയില്ല. എനിക്കിതൊന്നും നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുമോന്നും അറിയില്ല. നീ ഇതിനോടകം തന്നു കഴിഞ്ഞു. ഒരു വലിയ തെറ്റ് ചെയ്യുന്നതിൽ നിന്നെ തടഞ്ഞുകൊണ്ട്. എന്റെ അച്ഛൻ പറഞ്ഞത് ശരിയായിരുന്നു, മറ്റുള്ളവരെ സഹായിച്ചാൽ അതിന്റെ ഫലം ഒരിക്കൽ തിരികെ കിട്ടും.